നമസ്കാരം. മോഹൻലാൽ എന്ന അത്ഭുത പ്രതിഭയുടെ അമ്മ ശാന്തകുമാരി അമ്മ 90 വയസ്സ് എന്ന് ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. മോഹൻലാലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാരെന്ന് ചോദിച്ചാൽ അത് മോഹൻലാലിൻ്റെ അമ്മയാണ്. അമ്മയെ എത്രമാത്രം അദ്ദേഹം സ്നേഹിച്ചിരുന്നു എന്നും അമ്മ എത്രമാത്രം മോഹൻലാലിനെ സ്നേഹിച്ചിരുന്നു എന്നും മനസ്സിലാക്കണമെങ്കിൽ അമൃത ഹോസ്പിറ്റലിലെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് പല ഭാഗങ്ങളിലും വലിയ ബംഗ്ലാവ് പോലുള്ള വീടുകളുണ്ടായിരുന്നു. ഇന്ത്യക്കും അകത്തും പുറത്തും, കേരളത്തിനകത്തും പുറത്തും എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം എല്ലാം വിട്ടെറിഞ്ഞ് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി അമൃത ഹോസ്പിറ്റലിൽ എത്തുകയും പിന്നീട് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ഒരു വീടെടുക്കുകയായിരുന്നു. എളമക്കരയിലെ രാജീവ് നഗറിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ അമ്മയുടെ ചികിത്സ അമ്മയാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തത്. തൻ്റെ കരിയറിനെക്കാട്ടും ഏറ്റവും പ്രാധാന്യം തൻ്റെ അമ്മയ്ക്ക് കൊടുത്ത ഒരു മകനായിരുന്നു മോഹൻലാൽ. ആ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന മോഹൻലാൽ അമ്മയുടെ പരിചരണത്തിന് വേണ്ടി കൃത്യമായി ഹോസ്പിറ്റലിൽ എത്തുമായിരുന്നു. അമ്മയെ കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തേണ്ടതെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് എളുപ്പത്തിൽ എത്താമെന്നുള്ളതുകൊണ്ടാണ് എളമക്കരയിൽ വന്ന് താമസിച്ചുള്ളത്. എളമക്കര വഴി എളുപ്പ വഴിയിൽ എത്താനുള്ള വഴിയുണ്ട്. അങ്ങനെയുള്ള മോഹൻലാൽ 12 വർഷം മുമ്പാണ് ചെറിയ പാരലൈസിസ് വന്ന ശേഷം അമ്മയെ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് അവിടെ മോഹൻലാൽ അമ്മയോടൊപ്പം കുത്തിയിരുന്ന് സമയം ചെലവഴിച്ച് സ്നേഹം കൊടുത്ത് അവസാനം പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റി. ഇപ്പോൾ വലിയ അസുഖമൊന്നുമില്ലാത്ത സമയത്താണ് 90-ാം വയസ്സിൽ ശാന്തകുമാരി അമ്മ ഈ ലോകത്തോട് വിട്ടുപോയിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2017 അദ്ദേഹത്തിൻ്റെ മരണം. അദ്ദേഹം ഇന്ത്യൻ ബാങ്കിൻ്റെ ചെയർമാനായിരുന്നു. വർഷങ്ങളോളം അദ്ദേഹം ചെയർമാനായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിട്ടുള്ള ഒരാളാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബ്രദർ പ്യാരിലാൽ 2000 മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു പ്യാരിലാലിൻ്റെ മരണം. പത്തനംതിട്ടയിലാണ് അദ്ദേഹം മോഹൻലാൽ ജനിച്ചതും വളർന്നതുമെല്ലാം. പിന്നീട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ അദ്ദേഹം പെട്ടെന്ന് വില്ലൻ വേഷത്തിലൂടെ അദ്ദേഹം പെട്ടെന്ന് വളർന്ന് പന്തലിച്ച് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ നടനായി തീർന്നു. എത്ര അവാർഡുകൾ അദ്ദേഹത്തിന് തേടി വന്നു. ഓരോ അവാർഡ് കിട്ടുമ്പോഴും അദ്ദേഹം അമ്മയെ തേടി അമ്മയോടൊപ്പം എത്തുക എന്ന് പറയുന്നത് സ്ഥിരം പതിവായിരുന്നു. എന്ത് സന്തോഷം എന്ത് ദുഃഖമായാലും അമ്മയോടൊപ്പം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അത്രയും ഹൃദയ ബന്ധമായിരുന്നു അദ്ദേഹമായിരുന്നത്. അമൃത ഹോസ്പിറ്റലിലെ പ്രമുഖനായ ഡോക്ടർ എന്നോട് പറഞ്ഞ വാചകം അമ്മ എന്ന് പറഞ്ഞ ജീവനായിരുന്നു. അമ്മയെ ദൈവത്തെ പോലെ കണ്ട് സ്നേഹിച്ച് പരിലാളിച്ച് പരിചരിച്ച് അദ്ദേഹം അങ്ങനെ ആയിരുന്നു. എത്ര വലിയ ഉന്നതിയിലെത്തിയപ്പോഴും താഴെ അമ്മ എന്ന് പറയുന്ന വലിയ ഒരു സ്ഥാനം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഭാര്യ, മകൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രാധാന്യം കൊടുത്തത്, എല്ലാത്തിനും കൂടെ പ്രാധാന്യം കൊടുത്തത് അമ്മയ്ക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണം വല്ലാതെ ദുഃഖിച്ചിരുന്നു അദ്ദേഹത്തിന്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മരണം 2000 ഒരു അറ്റാക്ക് വന്നിട്ടാണ് മരിക്കുന്നത് 2000. അപ്പം മോഹൻലാൽ ഇപ്പോഴും നല്ല ചെറുപ്പക്കാരനാണ്. അതായത് ഞാനും അദ്ദേഹവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്ന ഒരു 7 ദിവസത്തിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത്. ഞാൻ ജൂണിലാണ് ജനിച്ചതെങ്കിൽ അദ്ദേഹം മെയ്യിലാണ് ജനിച്ചത്. ഒരു 10 ദിവസത്തെ വ്യത്യാസം, 9 ദിവസത്തെ വ്യത്യാസം മാത്രമാണുള്ളത്. അപ്പോൾ ഒരേ പീരീഡിൽ ജനിച്ച ആളുകൾ എന്നുള്ള ഞാൻ ശ്രദ്ധിച്ചിരുന്നു മോഹൻലാലിൻ്റെ വളർച്ചയും ഉയർച്ചയും. ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ വളർച്ച എന്നുള്ള ചെറുതൊന്നുമല്ല. അദ്ദേഹം എത്താവുന്നതിൻ്റെ അപ്പുറം എത്തിക്കഴിഞ്ഞു. പ്രശസ്തമായ എത്ര റെക്കോർഡ് സൃഷ്ടിച്ച സിനിമകളിൽ എന്തെല്ലാം വേഷങ്ങൾ അഭിനയിച്ചു. ഇപ്പോഴും അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ അദ്ദേഹത്തിന് മദ്യപാനം മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം തരണം ചെയ്ത് അദ്ദേഹം കൃത്യമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ നല്ല ആരോഗ്യമാണ്. യോഗ കൃത്യമായി ചെയ്യുന്ന ഒരാളാണ്. രാവിലെ സൈക്ലിംഗ് നടത്തുന്ന ആളാണ്. നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ഭക്ഷണ ക്രമീകരണമുള്ള ആളാണ്. അദ്ദേഹം ചീത്ത ശീലങ്ങളൊന്നും ജീവിതത്തിലില്ല ഇപ്പോൾ എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഇരിക്കുന്നതിന് അദ്ദേഹത്തിനെ ഏറ്റവും അധികം സഹായിച്ചുള്ള അമ്മയുടെ സ്നേഹപരങ്ങളാണെന്ന് തീർത്തു പറയാൻ പറ്റും. അമ്മ എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും അമ്മ അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നു. അതോടൊപ്പം അമ്മയ്ക്ക് എല്ലാവിധത്തിലുള്ള ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.